സുസുക്കിയുടെ ഗ്രാൻഡ് വിത്താർ നമുക്ക് വർക്കിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള കൊടകരക്കാരാണ് വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഡിയോ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രോ പേര് പറഞ്ഞേ? സുനിൽ കുമാർ. അതെ, കൊടകര തന്നെയല്ലേ വീട്? ബ്രോ പേരെന്നാ? അജോഷ്. അതെ, വർക്ക് കഴിഞ്ഞു. വർക്കൊക്കെ ഇഷ്ടമായില്ലേ? വീഡിയോസ് കാണാറുണ്ടോ? അത് മതി. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രാൻഡ് വിത്താറിൽ നമുക്ക് ഫ്രണ്ടിൽ സ്പീക്കേഴ്സ് കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പീക്കേഴ്സ് നമ്മൾ ബാക്ക് ഡോറിലൊക്കെ ആക്കിയിട്ട് ഫ്രണ്ട് ഡോറിൽ നമ്മൾ ESBയുടെ 1000 സീരീസിൽ വരുന്ന സ്പീക്കേഴ്സാണ് നമ്മളെ ഉള്ളതിലും വെച്ച് ഏറ്റവും ക്ലാരിറ്റി, ഈ ഒരു ബഡ്ജറ്റിലുള്ള ഏറ്റവും ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. 13,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ESBയുടെ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്തു കൊടുക്കുന്നത്. ക്ലാരിറ്റി വേറെ ലെവലാണ്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞു, നമ്മളെ സ്റ്റീരിയോ ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മൾ ഹോങ്കിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്റ്റീരിയോ ആണ്. 4x64 വരും. 2 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി വരുന്ന ഒരു കിഡിലൻ സ്റ്റീരിയോ ആണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ മറ്റുള്ള സ്റ്റീരിയോനെക്കാട്ടും ഇത്തിരി വോളിയം കാര്യങ്ങളൊക്കെ കൂടും. അതേപോലെ തന്നെ ഓഡിയോ സിസ്റ്റം ഇത്തിരി ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ESB ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആംപ് ചെയ്യാൻ അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റീരിയോയിൽ നമുക്ക് കിട്ടും. പിന്നെ ഒന്നും പേടിക്കേണ്ട, 2 വർഷം റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള വാറന്റി ഉണ്ട് കേട്ടോ. 1 ഇയർ റീപ്ലേസ്മെന്റ്, 1 ഇയർ സർവീസ് അല്ല, 2 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. സ്റ്റീരിയോയിൽ നമുക്ക് 360 ചെയ്യാം. വേണമെങ്കിൽ DVR ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ഉള്ളത് വെക്കാം, നോർമൽ ക്യാമറ വെക്കാം. ഇതിലിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ഉള്ള സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ DVRന്റെ ക്ലാരിറ്റി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫ്രണ്ടും ബാക്കും HD ക്യാമറയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഇത് ബാക്ക് ക്യാമറയാണ് കേട്ടോ, കണ്ടോ? അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്രണ്ട് ക്യാമറ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പെൻഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ്, നമ്മൾ USB ഇട്ടാൽ മാത്രമാണ് ഇത് റെക്കോർഡിങ് ആരംഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ക്ലാരിറ്റി ആയിട്ടാണ്. റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിലും അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും കിഡിലൻ സ്റ്റീരിയോ ആണ് കേട്ടോ. ഇക്വലൈസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. നമുക്ക് ജാസാണ് ഇട്ടിട്ടുള്ളത്, ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നല്ലൊരു സോങ് എന്തെങ്കിലും വെച്ച് കേൾപ്പിക്കുക കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ അതും പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. ESB ട്യൂട്ടർ ഈ ഒരു ഇതിലാണ് നമ്മൾ മോൾഡ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പൊസിഷനിലാവുമ്പോൾ നല്ല രസമായിരിക്കും കേൾക്കാനായിട്ട്. അപ്പൊ നല്ലൊരു സോങ് എന്തെങ്കിലും വെച്ച് കേൾപ്പിക്കാം. പിന്നെ ഫ്ലോറിലേക്ക് വരുമ്പോൾ നമ്മൾ 5D മാറ്റ് ചെയ്തിട്ടുണ്ട്. GFX എന്ന് പറഞ്ഞ കമ്പനി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളതിലും വെച്ച് 5Dയിൽ ഏറ്റവും നല്ല പ്രീമിയം മാറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ലൈഫ് ടൈം വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സ്മെല്ലോ കംപ്ലൈൻറ്റോ കാര്യമൊന്നും വരുന്നില്ല. ഒരുപാട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കസ്റ്റമേഴ്സിന്. അത്രയും റിവ്യൂ ഉള്ള ആയിട്ടാണ്. പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പ് ഗ്രാൻഡ് വിത്താർക്ക് വരുന്നത് 55 വാട്ടിൽ വരുന്ന നോർമലായിട്ട് വരുന്ന ഒരു ഹെലോജൻ ബൾബാണ്. വാം ലൈറ്റ് ആണ്. അപ്പോൾ അത് മാറ്റി നമ്മൾ LED ആക്കുന്നുണ്ട്. അതും നല്ല വാട്ടുള്ള 2 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു